കൊടും ചൂടിൽ വെന്തുരുകുകയാണ് കേരളം. പാലക്കാട് ഇതിനോടകം തന്നെ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിരിക്കുന്നു. തൃശൂരും കൊല്ലത്തും താപനില ഉയരും. ഒരുപക്ഷെ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. നിലവിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അഖിൽ ഷാ അൻസാർ കൊല്ലത്തെ വിവരങ്ങളുമായി. അഖിൽ ഷാ, കൊല്ലത്തെങ്ങനെയാണ് ചൂട്? ഇപ്പോൾ മുന്നറിയിപ്പ് എന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെയും ഉഷ്ണതരംഗം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഏത് തരത്തിലേക്കാണ് താപനില എത്തിയിട്ടുള്ളത്? അനുജ, കൊല്ലത്തും ചൂട് 40 ഡിഗ്രിയായി ഉയരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഉഷ്ണതരംഗത്തിനുള്ള സാധ്യത വളരെയധികം കാണുന്നുണ്ടെന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ ജില്ലയിൽ കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. അസാധാരണമായ ചൂട് തന്നെയാണ് നഗരത്തിലും അതുപോലെ തന്നെ നഗരത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിലുമൊക്കെ അനുഭവപ്പെടുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കണമെന്നുള്ള കാര്യവും ഈ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ അറിയിക്കുന്നുണ്ട്. അതാണ്, കൊല്ലം ജില്ലയിൽ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. നിലവിൽ പാലക്കാട് ജില്ലയിലാണ് ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഏതെങ്കിലും ഒരു ജില്ലയിൽ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് മുന്നറിയിപ്പ് ഉണ്ടായിട്ടുണ്ട് 2016-ലും 2019-ലും. പക്ഷേ അന്നൊന്നും ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇക്കുറി അത് പ്രഖ്യാപിച്ചിരിക്കുന്നു. റെക്കോർഡ് താപനിലയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനായി നമ്മളൊരു ആരോഗ്യ വിദഗ്ധന്റെ കൂടി ഉപദേശം തേടുകയാണ്. ഡോക്ടർ NM അരുൺ നമുക്കതിൽ സഹായകരമായ വിവരങ്ങൾ പങ്കുവയ്ക്കും. ഡോക്ടർ അരുൺ, ഇപ്പോൾ ഈ സമയം നമ്മൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. കൊടും ചൂട് എന്നുള്ളത്, പക്ഷെ നമുക്ക് പുറത്തിറങ്ങാതിരിക്കാൻ കഴിയാത്ത പല സാഹചര്യങ്ങളും ഉണ്ടല്ലോ. എങ്ങനെയാണ് നമ്മൾ ഈ സമയത്തൊക്കെ ജാഗ്രത പാലിക്കേണ്ടത്? പ്രധാനമായിട്ടും ഈ വളരെയധികം ചൂടുള്ള സമയം, എനിക്ക് തോന്നുന്നൊരു 12 മുതൽ 4 വരെയാണ് ഏറ്റവും മാക്സിമം ചൂടുള്ള സമയം. അപ്പൊ ആ സമയങ്ങളിൽ കഴിയുന്നത് പുറത്തിറങ്ങാതെ നോക്കുക. പുറത്തിറങ്ങുകയാണെങ്കിൽ കൊട ഉപയോഗിക്കുക, അല്ലെങ്കിൽ തൊപ്പി മാതിരിയുള്ള എന്തെങ്കിലും കാര്യം ഉപയോഗിക്കാം. അയഞ്ഞ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. ഏറ്റവും കുറവ് വസ്ത്രങ്ങളാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ കറുത്ത വസ്ത്രങ്ങളെക്കാട്ടിലും ലൈറ്റ് കളേർഡ് വസ്ത്രങ്ങളാണ് നല്ലത്. അതുപോലെ നിർജ്ജലീകരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ വെള്ളം കയ്യിൽ കരുതി വെക്കണം. ഒരുപക്ഷെ കുറച്ച് ഉപ്പുള്ള വെള്ളങ്ങളായിരിക്കും കുറച്ച് കൂടുതൽ നല്ലത്. മോരും വെള്ളം, നാരങ്ങ വെള്ളം മുതലായ സാധനങ്ങൾ. നമ്മുടെ ശരീരം നഷ്ടപ്പെടുന്ന, വേർക്കുമ്പോൾ നഷ്ടപ്പെടുന്ന സോൾട്ടും വെള്ളവുമാണ്. അതുപോലെ ഭക്ഷണം കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണ് നല്ലത്. വളരെ ഹെവി ഫുഡല്ല. മരുന്നുകൾ കഴിക്കുന്നത്, പ്രത്യേകിച്ച് പ്രഷർ, പ്രമേഹമൊക്കെ ഉള്ള ആളുകൾ, മറ്റു തരം മരുന്നുകൾ കഴിക്കുന്നവർക്ക് കുറച്ച് കൂടുതൽ ക്ഷീണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ കഴിയുന്നതും ഈ സമയങ്ങളിൽ, വളരെ കൊടും ചൂടുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ അനിയന്ത്രിതമായ പ്രമേഹം ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അപ്പോൾ ഡയബറ്റീസ് ലെവലൊക്കെ നിങ്ങൾ നോർമലാക്കി വെക്കണം. അത്രയ്ക്കാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇതിൽ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത്, അത് വെറും വെള്ളം എന്നുള്ളത് തന്നെയാണോ ഡോക്ടർ ഏറ്റവും നല്ലത്? മറ്റ് തരത്തിലുള്ള ഡ്രിങ്കൊക്കെ ഒഴിവാക്കണം, പ്രത്യേകിച്ച് കാപ്പി, ചായ പോലെയുള്ളതും അതുപോലെ കൊക്കക്കോള ഇങ്ങനെയൊക്കെയുള്ള ഡ്രിങ്കുകൾ, ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പച്ചവെള്ളം, തിളപ്പിച്ചാറിച്ച വെള്ളം, ഇത് തന്നെയാണോ ഏറ്റവും നല്ലത്? നല്ല വെള്ളം തന്നെയാണ്. അതിന്റെ കൂടെ കുറച്ച് ഉപ്പുള്ള വെള്ളം കൂടി ആയിക്കോട്ടെ. നമ്മളൊരു 3 ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ഒന്നിൽ കുറച്ച് ഉപ്പുണ്ടായിക്കോട്ടെ. 2 ഗ്ലാസ് സാധാരണ വെള്ളവും ഒന്നിത്തിരി സോൾട്ടുള്ള വെള്ളമാണ് നല്ലത്. ബിക്കോസ് നമ്മുടെ സ്വെറ്റിൽ നഷ്ടപ്പെടുന്ന സോൾട്ട് ആണല്ലോ. അപ്പൊ സോൾട്ടിന്റെ കുറവും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രായമുള്ള ആളുകളിലാണ് ഈ ഹൈപ്പോനെട്രീമിയ, സോഡിയത്തിന്റെ കുറവൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലുണ്ട്. അങ്ങനെയുള്ളവർ അബോധാവസ്ഥയിൽ പോകാനും ഫിറ്റ്സ് വരാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് സോൾട്ടും വേണം, പക്ഷെ കൂടുതലും വെറും വെള്ളം തന്നെ. അതിന്റെ കൂടെ ഇടയ്ക്ക് കുറച്ച് ഉപ്പിട്ട വെള്ളം കൂടി കഴിക്കണം. ഇതിൽ ജ്യൂസ് കുടിക്കുന്നതൊക്കെ നല്ലതാണ് എന്നൊക്കെ നമ്മൾ ഇപ്പോൾ ചില വിദഗ്ധരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഏതായിരിക്കും ഏറ്റവും നല്ലത്? ഡോക്ടർ ഏതാ സജസ്റ്റ് ചെയ്യുക? അല്ല, ഇപ്പൊ പ്രമേഹം ധാരാളമായിട്ടുള്ളവർക്ക് ചിലപ്പോൾ ജ്യൂസ് നല്ലതായിരിക്കില്ല. ഡയബറ്റിസ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ സാധാരണ വാട്ടർമെലൺ, തണ്ണിമത്തനും അതുപോലെ ഓറഞ്ച് എല്ലാം നല്ലത് തന്നെയാണ്. അതിൽ ജ്യൂസ് കഴിക്കുന്നതുകൊണ്ട് ഗുണം തന്നെയാണ്. ചില നമ്മൾ വെള്ളം കുറച്ച് കൂടുതൽ കുടിക്കും, അല്ലെങ്കിൽ വെറും വെള്ളം കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ജ്യൂസ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ജ്യൂസിൽ കുറച്ച് വൈറ്റമിൻസും ഇതെല്ലാം ഉള്ളത് കൊണ്ട് അതിന്റെ ബെനിഫിറ്റും ഉണ്ടാവും. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത് ജ്യൂസ് അല്ല, അതിലെ വാട്ടർ കണ്ടന്റ് തന്നെയാണ് ഇമ്പോർട്ടന്റ്. അല്ലാതെ അതിലുള്ള മധുരത്തിന്റെ കണ്ടന്റിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. വാട്ടർ കണ്ടന്റ് തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് ജ്യൂസ് വേണമെന്നില്ല, വെള്ളം കഴിച്ചാലും മതി. ജ്യൂസ് കഴിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഡയബറ്റീസുകാർ കൂടുതൽ ജ്യൂസ് കഴിച്ചാൽ അവരുടെ ഷുഗർ വാല്യൂ കൂടുകയും അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ കൂടാനാണ് സാധ്യത. ഒരു കാര്യം കൂടി ഡോക്ടർ, ഇപ്പോൾ ഒരു മരണം, ഈ ഇന്നലെ ഉണ്ടായ ഒരു മരണം, അത് ഉഷ്ണതരംഗം ഉണ്ടായ പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെയാണ് വരുന്നതും. സൂര്യാതപമേറ്റു അല്ലെങ്കിൽ സൂര്യാഘാതമേറ്റു എന്നൊക്കെയുള്ള വാർത്ത നമ്മൾ ഇതിനു മുൻപും കേൾക്കാറുള്ളതാണ്. ഇപ്പോൾ ഇത് അങ്ങനെ ഉണ്ടോ എന്നൊക്കെയുള്ളത് ഒരു പക്ഷേ ജനങ്ങൾക്കത് മനസ്സിലാകാൻ അതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്? അല്ല, സാധാരണ നിലയിൽ നമ്മൾ ഒരു അസഹ്യമായ ക്ഷീണമാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ
നമ്മൾ സ്വെറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഈ സൂര്യാഘാതം, ഈ സ്ട്രോക്ക് വരുമ്പോൾ, ഹീറ്റ് സ്ട്രോക്ക് വരുമ്പോൾ സ്വെറ്റിംഗ് ആ മെക്കാനിസം തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടും. നമ്മൾ സ്വെറ്റ് ചെയ്യുന്നത് ബോഡി തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ചൂട് ഒരുപാട് അധികം വരുമ്പോൾ നമ്മുടെ ബോഡിയുടെ ആ സ്വെറ്റിംഗ് മെക്കാനിസം തന്നെ ശരിയാവാതെ വർക്ക് ചെയ്യുന്ന വരും. അപ്പോൾ ബോഡി ടെമ്പറേച്ചർ വല്ലാതെ കൂടും. നമ്മൾ സാധാരണ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും നോർമൽ കീപ്പ് ചെയ്യുന്ന 37 ഇതിൽ വെക്കുന്നത് വല്ലാതെ കൂടും. ബോഡി ടെമ്പറേച്ചർ വല്ലാതെ കൂടുമ്പോൾ ഒരു ബ്രെയിനിന്റെ പ്രശ്നങ്ങൾ വരാം. നമുക്കൊരു എന്താ പറയാ, ഒരു കൺഫ്യൂഷൻ, ആളുകൾക്ക് ബുദ്ധിക്കൊരു സംഭ്രമം മാതിരി വരാം, തലചുറ്റൽ വരാം, അതുപോലെ തന്നെ തലവേദന സാധാരണ ഇതിന് കാണാറുണ്ട്. പിന്നെ അസഹ്യമായ ക്ഷീണം, ശരീരവേദന, അതുപോലെ പിന്നെ നമുക്ക് സ്കിന്നിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ചൂട് കൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങൾ, ഇതെല്ലാമാണ് നമുക്ക് പറയാൻ പറ്റുക. പ്രത്യേകിച്ച് പറയാവുന്നത് ഭയങ്കരമായ ക്ഷീണം, തലചുറ്റല്, മയക്കം വരിക, ഇതൊക്കെയാണ്. വളരെ നന്ദി ഡോക്ടർ എൻ എം അരുൺ ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന്. ഇപ്പോൾ ഡോക്ടർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉച്ചയ്ക്ക് 12 മുതൽ 4 വരെയാണ് ഏറ്റവും കടുത്ത ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയുള്ളത്. അപകടമുണ്ടാകാനുള്ള സാധ്യതയും ആ സമയത്താണ്. കഴിയുന്നതും അത്ര അത്യാവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് പുറത്തിറങ്ങാതിരിക്കുക, വെള്ളം ധാരാളം കുടിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ് ഏറ്റവും നല്ലത്. അതിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. കൂടാതെ കോട്ടൺ വസ്ത്രങ്ങൾ, അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, സൺഗ്ലാസ് ഉപയോഗിക്കാം, സൺ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാം. അത്തരത്തിലേക്ക് ജ്യൂസ് കുടിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് നല്ലതല്ല. അതല്ല എന്നുണ്ടെങ്കിൽ തണ്ണിമത്തൻ ജ്യൂസ് പോലെയൊക്കെയുള്ളത് നല്ലതാണ്. ഈ തരത്തിലേക്ക് ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. വരുന്ന 2 ആഴ്ച ഇതേ തരത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകാനാണ് സാധ്യത എന്നതാണ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്.